എനിക്ക് തോന്നുന്നു ഗൈസ് അച്ഛനും അമ്മയ്ക്ക് അറിയാം, എനിക്കറിയാം അച്ഛനും അമ്മയ്ക്ക് അറിയാമെന്ന്, പക്ഷെ ആർക്കും ഒന്നും അറിയാത്താണ് ഇരിക്കുകയാണ് ഇവിടെ. എന്നെ സർപ്രൈസ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾറെഡി ഇത്ര സ്മാർട്ട് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി. എന്ത് ചോദിച്ചിട്ട് പോകാൻ? ആ ശരി. ഇപ്പം വണ്ടി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാം, പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. ഇവരിങ്ങനെ അഭിനയിച്ച് തകർക്കാൻ പോകണമെന്ന് തോന്നുന്നു. ജെഎംബിനെ വിട്ട് പൈസ മുടക്കിയിരിക്കുകയാണ്, അതൊക്കെ അറിയാം. വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ദുബായിൽ നിന്ന് കേരളത്തിലോട്ട് എത്തി. ഇന്നലെ ഞാൻ ദുബായിൽ പോയ കാര്യം ഒരു സ്ട്രീമിംഗ് സെറ്റപ്പിൻ്റെ സാധനം മേടിക്കാനായിരുന്നു. അതെന്തൊക്കെയായിരുന്നു ഞാൻ പറയാം. അത് നാളത്തെ മറ്റന്നാളത്തെ വീഡിയോ പറയാം. കൊണ്ടുവന്നിട്ടുണ്ടോ, മേടിച്ചിട്ടുണ്ടോ, കിട്ടിയോ എന്നൊക്കെ. പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്ക് അച്ഛനും അമ്മയും അകത്തുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയും വണ്ടി മേടിച്ചു. അതിൻ്റെ ഡെലിവറിയാണ് ഇന്നൊരു ചെറിയൊരു ഡൗട്ട്. മെയിൻ ഡൗട്ടിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ദുബായി നിൽക്കുമ്പോൾ എനിക്കൊരു കോൾ അമ്മയുടെ നിന്ന് വന്നായിരുന്നു. അമ്മ പറഞ്ഞിട്ട് ഇവിടെ ഒരു ചേട്ടന് വണ്ടിനെ കുറിച്ച് അറിയാം, നീ അന്ന് നോക്കിയ വണ്ടി ഇതാണ്. ഞാൻ പറഞ്ഞത് ഫ്രോങ്സ് ആണ്. അപ്പോൾ ചേട്ടനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടനെ കൊടുത്തു. അപ്പോൾ ചേട്ടൻ എന്ത് ചോദിക്കുന്നത് ഏത് വേരിയൻ്റ് ആണെന്ന്. നാട്ടിൻപുറത്തെന്ന് വെച്ചാൽ വെറുതെ നടക്കുന്ന ഒരു ഏത് വണ്ടിയെന്ന് ചോദിക്കത്തുള്ളൂ, വേരിയൻ്റൊക്കെ എന്തിനു ചോദിക്കും. ആർക്കെങ്കിലും വണ്ടി അറിയാനോ മേടിക്കണമെങ്കിൽ തന്നെ വേരിയൻ്റ് ചോദിക്കത്തില്ല. വേരിയൻ്റ് ചോദിച്ച രീതി എനിക്ക് നോക്കി മനസ്സിലായി, ഷോറൂമിലെടുത്തനാണ്. അപ്പോൾ എന്തൊക്കെ ചോദിച്ച് ഞാൻ വേരിയൻ്റ് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ബെഡിൻ്റെ പുറത്തായിട്ട് ഞാൻ ഒരു ബുക്ക് കണ്ടായിരുന്നു. അത് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഓർത്ത് വണ്ടിയുടെ അല്ലേ ഈ ബുക്ക്. എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എന്തുവാണ് ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ പേരൊക്കെ എഴുതിയിരിക്കുന്നു. 5000 ഡെപ്പോസിറ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ ഉറപ്പിച്ചത് അതായിട്ടുണ്ടല്ലോ ഉറപ്പാണ്. ഇപ്പോൾ അമ്മ അച്ഛനോ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാം പറഞ്ഞിട്ട് എൻ്റെ ഒക്കെ. അപ്പം ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഗോണ ഹാപ്പൻ. ഓക്കെ, എനിക്ക് ഒരു ബഡ്ജറ്റ് കാർ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ ഉറപ്പിക്കാൻ പറ്റാതെ ഞാനിങ്ങനെ ഇരുന്നത് അച്ഛനും അമ്മയും കൂടി ഉറപ്പിച്ചെന്ന് തോന്നുന്നു. എന്തായാലും അച്ഛനും അമ്മയും സർപ്രൈസ് ഒന്നും പിടിച്ചു വെച്ചിരിക്കുവാണ്. നമുക്ക് സർപ്രൈസ് ഇപ്പോൾ പൊളിക്കണ്ട, ചിലപ്പോൾ അല്ലെങ്കിൽ വെറുതെ ഞാനാണെങ്കിലും. അതുകൊണ്ട് നമുക്ക് എന്തായാലും കൂടെ പോവാം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സർപ്രൈസ് എന്ന് നമ്മളാവും. എന്തൊക്കെ നടപ്പുണ്ടാകാത്ത ഞാൻ ഓടിച്ചില്ലട്ടോ. അമ്മേ എന്ത് പറ്റി? എങ്ങോട്ട് പോകുന്നത്? ഒരു സ്ഥലം വരെ പോകണം. അതെന്താ ഇങ്ങനെ പറയാത്തത്? അതാ അത് ശരിയല്ലല്ലേ. നീയല്ല ഞങ്ങളെ എപ്പോഴും പറയാതെ കൊണ്ടുപോകണത്. കൊള്ളാം. നിനക്ക് വരാൻ പറ്റുവാ? വരാം. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, എന്നാലും വരിക. ഒരു ഡൗട്ടും വേണ്ട. നമ്മളുടെ ഈ ഒരു ഇതുണ്ടായിരിക്കുന്ന സമയത്ത് നിനക്ക് യാതൊരു ഡൗട്ടും വേണ്ട. ഒരു ഡൗട്ടും വേണ്ട. ജയമ്പിയുടെ ഒരു കാര്യമുണ്ട്. ആണോ? അവിടെ ചെന്നത് ശരി. അപ്പൊ പെട്ടെന്ന് പോവാം. എവിടെ വേണമെങ്കിലും പോവാം. നമുക്ക് പെട്ടെന്ന് പോവാം. തിരിച്ചകത്തോട്ട് കയറി പോവല്ലോ. എന്തിനാ സ്പ്രേ അടിക്കാനാണ്? ഞാൻ ഒരു സ്പ്രേ കൊണ്ടുവന്നും പറഞ്ഞ് ദൈവമേ കുടുംബം ഫുള്ളിൽ അടിക്കുവാണല്ലോ അത്. അയ്യോ പാവം. പക്ഷെ ഇപ്പൊ ഈ അച്ഛൻ പറയുന്നത് നല്ല മണം. ഞാൻ അടിച്ചില്ലല്ലേ. എനിക്ക് വേണ്ട. ഞാൻ സ്പ്രേ അടിക്കാറില്ലല്ലോ. എനിക്ക് അല്ലെങ്കിൽ നല്ല സ്മെല്ല്. കുഴപ്പമില്ല, എനിക്ക് വേണ്ട. ആദ്യം ഇതിനെ ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കണം. ഇതൊന്നും കുഴപ്പമില്ല. അച്ഛന്റെ ചെലവ് ചെരുപ്പ് കേട്ടാ. ശരി. എന്ത് ചെറിയ മോനിച്ചനും ഒരു വലിയ മോനിച്ചനും എന്ത് വയറാ? അത് കണ്ണി കണ്ട ഫുഡ് ഞാൻ കഴിച്ചോണ്ട് വന്നതാ. 4 ദിവസമായിട്ട് ജിമ്മിൽ പോയിട്ടില്ല. ഞാൻ ജിമ്മിൽ പോയില്ലല്ലോ. വലിയ ഹെവി മെയിൻ്റെനൻസ് ഉള്ള ബോഡിയാ. ഞാൻ സ്റ്റെറോയിഡ് അല്ല അമ്മേ കണ്ണി കണ്ട നോക്കി നടക്കാൻ. എന്ത് പറ്റിക്കല്? അച്ഛനും ഉണ്ടല്ലോ. അത് ഹിന്ദിയിലായിട്ടല്ല അച്ഛൻ. 50 വയസ്സിലൊന്നും ഇല്ലല്ലോ. ആണോ? അത്രക്ക് വേറായിരുന്ന വെള്ളം കുടിക്കേണ്ടി വന്നത്. അയ്യോ, അവിടെ ഓട്ടോ വെയിറ്റ് ചെയ്ത് അച്ഛന് കലി കയറുന്നു ചെല്ല്. ഈ വയർ ഞാൻ റെഡിയാക്കി എടുത്തേക്കാം. ഇത് ജസ്റ്റ് 2 മാസത്തെ കാര്യമുള്ളൂ എന്ന് തോന്നുന്നു. ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. ഓട്ടോയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഡൗട്ട് കൂടുന്നുണ്ട് എനിക്ക്. എങ്ങോട്ടാ പോകുന്ന പറയാമേ? കളർ കൂടെ അവിടെ എന്തോ ഉള്ളത്? കൂട്ടുകാരുടെ വീടാ. എന്തൊക്കെ ഇവിടെയൊക്കെ ധനുഷ്. എനിക്ക് തോന്നുന്നു ഗൈസ് അച്ഛനും അമ്മയ്ക്ക് അറിയാം, എനിക്കറിയാം അച്ഛനും അമ്മയ്ക്ക് അറിയാം, പക്ഷെ ആർക്കും ഒന്നും അറിയാത്താണ് ഇരിക്കുകയാണ്. എന്ത് തിരക്കാണ്? ഏകദേശം കൺഫേം ആയല്ലേ? ആണോ? എന്ത് ഡീറ്റെയിൽ അന്വേഷിക്കാനാണ്? എന്റെ സർപ്രൈസ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾറെഡി ഇത്ര സ്മാർട്ട് ആയതുകൊണ്ട് മനസ്സിലായി. എന്ത് ചോദിച്ചിട്ട് പോകാൻ? ശരി. എന്താ വണ്ടിയെല്ലാം മേടിച്ചു? അവിടെ വണ്ടി എന്നൊക്കെ ഇരിക്കുന്നില്ലേ?
പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ലല്ലോ. എന്താ ഇങ്ങനെ പറയാതെ ആയാലും ഒന്ന് നമുക്ക് നോക്കാം. അന്ന് ദുബായ് വെച്ച് എനിക്ക് ഒരു കോള് വന്നായിരുന്നല്ലേ, എന്നിട്ട് ആർക്കോ വേണ്ടി ആ പൊട്ടനാ അക്ഷയുടെ തലക്ക് തടുക്കുക. എന്ത് രണ്ടുപേരും ഇത്ര പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതോ ഒരു വണ്ടി 6:30 കണ്ടിട്ട് ഇനി ആ ചുമന്ന വണ്ടിയാണ് അല്ലേ, അപ്പൊ കയറി പോകുന്നുണ്ട്. എന്തോ ചോദിക്കാൻ വേണ്ടി അകത്തോട്ട് നടന്നു പോകുന്നു. ഇനി ഇവിടെ ആണോ? ഇനി ഇങ്ങനെ നീണ്ടു തന്നെ പോണം അല്ലേ? നമ്മൾ വീടെത്തുന്നവരെ നമ്മളെ നീണ്ടു കണ്ടു പോകും. അമൃത ഗാർമെന്റ്സ് മുന്നോട്ട് വെക്കുന്ന കാര്യം ഇതിപ്പോ നമ്മൾ ഉറപ്പിക്കുകയാണ് വണ്ടി എടുക്കുവാണെന്നല്ലേ? ഉറപ്പിക്കല്ലടാ, എന്റെ കൂട്ടുകാരി എന്റെ ഫ്രണ്ട് പറഞ്ഞ് ഇവിടെ ഒന്ന് കേറി ചോദിച്ചിട്ട് പോണോന്ന്. ആണല്ലേ? ഷഫീഖിനോട് ചോദിക്കും വണ്ടിയുടെ കാര്യ ഷഫീഖ്. അമ്മ കൂട്ടുകാർക്ക് വേണ്ടി ഒപ്പിടുവാണ്. ഇപ്പം വണ്ടി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാം, പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല. ഇവരിങ്ങനെ അഭിനയിച്ച് തകർക്കാൻ പോവാണെന്ന് തോന്നുന്നു. ജെഎംബിനെ വിട്ട് പൈസ മുടക്കിയിരിക്കുകയാണ്, അതൊക്കെ അറിയാം. ഓ ഇവിടെയാണല്ലേ വണ്ടി. എന്താ ഇനി ചിരി വരുന്ന അയ്യോ. എടുക്കൂ. രണ്ടുപേരും ദുബായ് ഞാൻ ഒറ്റക്കുള്ളപ്പോൾ സ്വന്തമായിട്ട് ചെയ്തല്ലേ ഇതെല്ലാം. താക്കോൽ പിടിക്കുന്ന ചടങ്ങായിരിക്കും. അപ്പോൾ കാറ് മേടിച്ച് എനിക്ക് വയ്യ. ഞാൻ നോക്കിയിട്ട് മേടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് വെള്ളം. ഓക്കെ 3, 2, 1. വണ്ടിയല്ലേ? എന്തിന് വണ്ടിക്ക് മേടിച്ചില്ല? അതെ അമ്മയുടെ പേർക്കാണോ? ആരെങ്കിലും മേടിക്കൂ. താക്കോല് വിടുന്നില്ല. അല്ല മേടിക്കൂ. ആരും താക്കോല് മേടിക്കുന്നില്ല. ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് സൈഡിലായിട്ട് നിൽക്കുന്ന അച്ഛനവിടെ നിൽക്കും. താക്കോല് കിട്ടി. ക്യൂട്ടായിട്ടുള്ള താക്കോലാണല്ലോ. കേക്ക് ഉണ്ടോ? ഞാൻ അലാനായിട്ടിരിക്കും, എനിക്ക് കഴിക്കാൻ പറ്റില്ല. അമ്മ കിട്ടി. ഇത്ര പെട്ടെന്ന് വണ്ടി തീരുമാനമാക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛനോട് എൻ്റെ പല്ല ഇതുണ്ട്, കഴിക്കുമോ? ഈ വണ്ടി ഇനി എടുത്തോണ്ട് ഇത്ര പെട്ടെന്ന് തീരുമാനമാക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. സീറ്റ് കൊള്ളാം കേട്ടോ, കംഫർട്ടബിളാ. ഓട്ടോമാറ്റിക് ആണ്. വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടോ? മോനെ ഓൾ ഇന്ത്യ ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ടില്ല, അപ്പോൾ ഇത് ഫസ്റ്റ് ഡ്രൈവ് ആകാൻ പോവുകയാണ്. അച്ഛനമ്മ വരും കേട്ട്, അകത്ത് കയറി ഇരിക്കും. എന്താണ് ഇനിയും മേടിക്കാനുണ്ടോ സാധനങ്ങൾ? ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. കയറൂ. വണ്ടി സ്റ്റാർട്ട് ആകട്ടെ. എല്ലാം രണ്ടുപേരും കൂടി കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആകാം. അകത്ത് കയറാമേ. അപ്പുറത്ത് ഒട്ടിച്ചേക്കാനാണ് അതാ? ഒട്ടിച്ചേക്കാണല്ലേ ഇത്? അല്ല, ചിലരും മറ്റേ കാർഡ് പോലെ മേടിച്ചിട്ടേ എന്ത് ചെയ്യും? കാർഡ് പോലെ ഒട്ടിച്ച് കൂടുതലും പേര് ഒട്ടിക്കുവോ? പിന്നെ വേറെ കാർഡ് പോലെ മേടിച്ച അങ്ങനെ ചെയ്യും. ചിലർ മറ്റേ ഇത് ലാമിനേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഇല്ലേ, ഇവിടെ ഒട്ടിക്കുന്ന സ്റ്റിക്ക് കണക്ക്. എനിക്കൊന്നും വേണ്ടി വരത്തില്ലല്ലോ, എന്തായാലും യൂസേജ് ഉള്ളതല്ലേ. കൂടുതൽ ആൾക്കാർ ചിലർ യൂസ് കുറവായതുകൊണ്ട് പിന്നെ അമ്മ കത്തിരുന്നല്ലോ. ഞാൻ അമ്മ അച്ഛനെ ഓടിച്ചു നോക്കിയില്ലായിരുന്നു. ആരും ഓടിച്ചു നോക്കാല? ഓടിച്ചു നോക്കിയില്ലേ ഇപ്പൊ? അയ്യോ, എത്ര വട്ടം വന്നത് മേടിക്കാൻ? ഒരു പ്രാവശ്യം വെള്ളം മേടിച്ച ആണോ? ഞാൻ പല വട്ടം വന്നിട്ട് മേടിച്ചില്ലല്ലേ. വണ്ടി ഓടിച്ചിറക്കട്ടെ. സാറിന് ഇങ്ങനത്തെ സമയത്താണ് വണ്ടി ഇടിച്ച് പുറത്തിറങ്ങുന്നത്. അത് പറ്റത്തില്ല. വണ്ടിയുടെ താക്കോല് പുറത്തില്ല. വണ്ടി ഓടിച്ചിറക്കുന്നു. ഇറങ്ങട്ടെ. ശരി. നീ എങ്ങനെ വന്നിട്ടൊന്നും കൂടി പാട്ടൊക്കെ കൂടെ നമുക്ക് പോവാൻ. പുതിയ വണ്ടി എങ്ങോട്ടാ പോകണ്ട? വീട്ടിലോട്ട് പോയാൽ മതി. വീട്ടിലോട്ട് നാളെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വീട്ടിലിരിക്കാൻ പോകുന്നത്. അപ്പൊ ഫുൾ ടാങ്ക് അല്ലേ? ഫുള്ള് ഒരു സംഭവം കൊടുക്കാൻ പറഞ്ഞ അവിടെ ഒരു ബില്ല് ചുമ്മാ അടിച്ചിട്ട് വന്നു. അതന്നായിരിക്കും ഒരു ബില്ല് നമ്മുടെ കയ്യിൽ ഒരു ബില്ല് തന്നിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ പെട്രോൾ ഒന്നും ഇല്ല. പെട്രോളൊക്കെ കുറവുള്ളൂ. അടുത്ത ഇവിടം വരെ പോകുന്നേ ഉള്ളൂ. ബോയ്സ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുൾ ടാങ്ക് അടിക്കുകയാണ്. ഇത് ഏകദേശം ഇപ്പം എത്ര ലിറ്ററായി?
3000-ന്റെ ഒക്കെ പൊക്കത്ത് പോയല്ലോ. മതി മതി. ഒരു 5 ലിറ്ററിന്റെ കൂപ്പൺ അവിടെ നിന്ന് കിട്ടും. അത് നമ്മൾ അടച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 33 ലിറ്റർ അതും അടച്ചിട്ടുണ്ട്. അത് നമ്മൾ പൈസ കൊടുക്കണം. 5 ലിറ്റർ കൂപ്പണാണ് ബോയ്സ്. അപ്പം നമ്മളിപ്പോൾ റിലേറ്റീവിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവിടെ വണ്ടി കാണിക്കാൻ. അപ്പോൾ അതിനു മുമ്പേ ഈ വണ്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ ഇപ്പോഴാണ് കയറുന്നത്. അത് വേറെ കാര്യം. ഇത് ഓൾറെഡി 92 കിലോമീറ്റർ ഓടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ 96 ഈ വണ്ടി. ഇത് ഓടിയത് എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ബാക്കി ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, പെരുന്നിട്ടേ ഉള്ളൂ. ഇതിന് റിവേഴ്സ് ക്യാമറ ഉണ്ട്. ആ ഗൈഡിങ് ലൈൻസ് ഇല്ല. ഇത് തിരിക്കുന്നതുകൊണ്ടൊന്നും തിരിക്കുന്നൊന്നുമില്ല. റിവേഴ്സ് ക്യാമറ ഉണ്ടത് നല്ല കാര്യം. സാറിന് സീറ്റൊക്കെ കവർ ഇട്ടിട്ടില്ല കിട്ടുന്നു, പ്ലാസ്റ്റിക്. അതൊക്കെ ഊരിക്കളന്ന് വിചാരിച്ചു. ഇത് ഓൾറെഡി ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ പൊക്കത്ത് കിടക്കുന്ന വേറെ വല്ല സംഭവമാണ്. ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. കുഴപ്പമില്ല, അല്ലേ? ഇവിടെ വയർലെസ് ചാർജർ ഉണ്ട്. എൻ്റെ ഈ ഫോണിന് വയർലെസ് ചാർജർ ഇല്ലാത്തതുകൊണ്ട് ഗുണമില്ല. എന്നാലും ഈ ഐഫോൺ ചാർജ് ചെയ്യാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അമ്പലമുണ്ട്, നല്ല ഒച്ചയുണ്ട്. എന്നാലും അച്ഛനും അമ്മയും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കാം. സ്റ്റെപ്നി ഉണ്ടോ ഇതിന്? ഏതൊരു മോഡൽ സ്റ്റെപ്നി ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണെന്ന് അറിയത്തില്ല, അത് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പം വണ്ടിയായിട്ട് പോവുകയാണ്. പോകുന്ന വഴി പൂജ ചെയ്യാൻ പറ്റുമെങ്കിൽ വണ്ടിയുടെ പൂജ ഇന്ന് തന്നെ ചെയ്യാം. പിന്നെ വണ്ടി നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അച്ഛനെ നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് പോകുന്ന വഴി അമ്പലത്തിലോട്ട് കയറാം. വരൂ വരൂ, എല്ലാവരും വരൂ. അച്ഛൻ്റെ അനിയത്തി അവിടെ നിൽക്കുന്നു. ബോയ്സ്, നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അച്ഛൻ ഈ അമ്പലത്തിൽ വരണമെന്നായിരുന്നു. ഇതിപ്പോൾ ഈ സമയത്ത് ചെയ്യുവാന്ന് അറിയത്തില്ല. ഇപ്പോൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് അമ്പലം. കുറച്ച് നീളവും വീതിയും ഉണ്ടെന്നും പറഞ്ഞ് അമ്മ നിൽക്കുന്നു അവിടെ. ലുക്കുണ്ടെന്നാണോ? നിങ്ങളല്ലേ മേടിച്ചത്? നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു? അപ്പോൾ അർജുനമ്പയും ജയമ്പയും കൂടെ അല്ല എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ കുളവാക്കി വാങ്ങുന്നത്. ആ, അപ്പൊ നിങ്ങൾ ഇല്ലാത്ത വന്നപ്പോ അമ്മയ്ക്ക് ആകെ ടെൻഷനായി. അമ്മയ്ക്ക് എന്നിട്ട് മേടിച്ചല്ലേ? എന്നിട്ട് പിന്നെ അമ്മ ഒരു ഫുൾ ധൈര്യം കേന്ദ്രീകരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അവര് കളർ കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കാണിച്ചോ പറഞ്ഞു, നിങ്ങളുടെ ഈ കളർ ഒന്നും വേണ്ട, ഇത് വേണമെന്ന് പറഞ്ഞു. ഇത് വേണമെന്ന് പറഞ്ഞു. ഇതവിടെ ഇല്ല ഓൾറെഡി. ഞാൻ പറഞ്ഞ് അവരോട് കളർ പറഞ്ഞ് അവര് എറണാകുളത്ത്. നമ്മൾ വണ്ടി കണ്ടില്ലേ? ഇപ്പോഴും അവിടെ ചെല്ലുമ്പോഴാണ് വണ്ടി കാണുന്നത്. അവിടെ വണ്ടി ഇല്ല, സ്റ്റോക്ക് ഇല്ല. ഈ ക്രോം പ്ലേറ്റ് ബ്ലാക്ക് ആക്കി കൊള്ളാന്നുണ്ട്. ഇത് തിളക്കാൻ മാറ്റി അവര് സുസുക്കി കാണിക്കാനായിട്ട് ഇച്ചിരി പാട്. കാണിക്കുന്നതല്ലേ, എടുത്തു നിൽക്കണ്ടെന്നും പറഞ്ഞു. പക്ഷെ എടുത്തു നിൽക്കുന്നുണ്ടെങ്കിലും മറ്റേ കട്ടയ്ക്കൊക്കെ ചെയ്യുന്നതിൽ ഭംഗിയായിട്ട് അവനൊരു തലയെടുപ്പോടുകൂടിയാ ചെയ്തത്. ഓ, കാർ സുന്ദരം മേടിച്ച പിന്നെ തലയെടുപ്പായി. അല്ല, അവനൊരു അതിന് എല്ലാ അമ്മമാരും പറയുന്നതാണ്. എന്തോ ഭാഗത്തൊക്കെ ഒരു തലയെടുപ്പുണ്ട്. അല്ലാതെ തന്നെ അവരുടെ സാധാ വണ്ടിയിലും ഒരു തലയെടുപ്പുണ്ട് ഇവന്, അല്ലേ? അത്രക്കൊന്നും പോകണ്ട, കുഴപ്പമില്ല. അല്ലല്ല, അത്രക്കൊന്നും അല്ല, അങ്ങനെയൊക്കെ തന്നെ പോണം. അത്രക്കൊന്നും നല്ല കറക്റ്റ് ആണ് പറഞ്ഞത്. എന്താ ഇപ്പൊ ചെയ്യുവാ? ഇപ്പൊ ചെയ്യും. 2 മാലയും വേണം, ഗണപതിക്കും കാറിനും ഒരേ മാലയും വേണം. ഗണപതിക്കും കാറിനും നെറ്റയും വേണം, പാക്കും വേണം. അതവിടെ പോണ അവിടെ കിട്ടുവാ മാലയൊക്കെ. ഇവിടെ കിട്ടുവിടെ. ഈ സ്ഥലമുണ്ട് ഇവിടെ. മേടിച്ചോണ്ട് വരട്ടെ അമ്മ. നിക്ക്, വെള്ളത്തിൽ നീന്ത് നീന്ത്. മേടിക്കേണ്ട സാധനം വെള്ളം കഴിഞ്ഞപ്പുറത്ത്. ഇപ്പൊ എന്ത് പറ്റി? ഓ, പട്ടാളക്കാരൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല. ഓടിക്കോ. വെള്ളത്തിൽ എന്താണ് ഓടുവല്ലായിരുന്നാ? ഓട്. ഇല്ലടാ, വെള്ളം കണ്ടട, വെള്ളം നോക്കടാ. വെള്ളം കണ്ടത് ആറ്റത്തായിട്ട് വെള്ളം കിടക്കുന്ന എന്തായിരുന്നു ഓട്ടം കണ്ടപ്പോ. വണ്ടി ഞാൻ അകത്ത് കയറ്റിയിട്ടുണ്ട്. അച്ഛൻ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും പൂജ ചെയ്യും ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട്. അമ്മയുടെ വണ്ടിയാണല്ലോ സ്വന്തം പേരില്. എങ്ങനെ തോന്നുന്നു? സ്വന്തം പേരില് എനിക്ക് നല്ല സന്തോഷം വന്നിരിക്കുന്നു. അയ്യോ, സന്തോഷം സന്തോഷം. എന്താ കൊറേ ഉണ്ടല്ലോ ഇനി. ഇത് ഒരു വണ്ടിക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു. അല്ല, ഒരുപാടൊക്കെ മൊത്തം ഉണ്ട്. ഇപ്പൊ എന്റെ വണ്ടിയുടെ പൂജ നടക്കുകയാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇവിടെ പൂജയൊക്കെ ആയിരുന്നു അകത്തപ്പം. അത് കാരണം കുറച്ച് ഇരുട്ടി. പൂജയൊക്കെ കഴിഞ്ഞ് താക്കോല് കിട്ടി. അപ്പോൾ വണ്ടിയുടെ പൂജയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇരുട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഇനി വേറെ ആരും റിലേറ്റീവ്സിനെ കാണുന്നുണ്ടായില്ലെന്ന് അറിയത്തില്ല. എന്തായാലും അമ്മയിപ്പോൾ വരും, അച്ഛനിപ്പോൾ വരും. എനിക്ക് എന്തായാലും കഴിക്കണം, അതാണ് ഏറ്റവും മെയിൻ. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ മറ്റേ അലൈനർ പുതിയ ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന പല്ല് വേന. അപ്പോൾ ഇന്നലെ ഒന്നും ഞാൻ അതായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇത് ഊരുമ്പോൾ നല്ല വേന എടുക്കുന്നു എനിക്ക്. ലൈറ്റൊക്കെ ഉണ്ടല്ലോ താഴത്തൊക്കെ. ഇത് ഇവിടെ. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇന്ന് തന്നെ പൂജ കഴിഞ്ഞ് നാളെ നിങ്ങൾ വരണ്ടല്ലേ ഇതിനുമായിട്ട് രാവിലെ എഴുന്നേറ്റ്. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് വേണ്ടി ബോയ്സ് എല്ലാ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി. ഇനി ഇന്നത്തേക്ക് വേറെ ആരും ഇല്ലെന്നോ. നമുക്ക് ഫൈനലി വീട്ടിലോട്ട് പോകാം. മാത്രമല്ല, ഇന്നത്തേക്ക് ഇനി ആൾക്കാരില്ലല്ലോ.
പിന്നത്തേക്ക് ക്ലോസ്. ആ ഓക്കെ. ബോയ് നമ്മൾ കഴിക്കുന്ന പൊറോട്ടയും ബീഫും ഞാനാണ് കുറച്ച് ചെറിയ വേനയുണ്ട്. അല്ല ഞാൻ നോക്കുന്ന ടൈപ്പ് പ്രാവശ്യം എന്താ അറിയത്തില്ല. കൊള്ളാം വേണ്ട. കേറിപ്പോന്നു പോരട്ടങ്ങനെ പോരട്ടെ മതി തിരിച്ചു വിളിക്കുവാ. മതി ഞാൻ ഫൈനലി വീട്ടിലോട്ട് കാറെത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് താ ബോയ്സ്. അപ്പം വണ്ടി എത്തിയിരിക്കുന്നു. വണ്ടിനെ കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എനിക്കറിയാവുന്നതെല്ലാം ഞാൻ തന്നെ ഒന്ന് പഠിക്കട്ടെ. അല്ല അങ്ങനെയല്ല, എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്നതൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നു. ബാക്കി ഇതിനകത്ത് വേറെ കുറച്ച് എന്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റെപ്പിനി നോക്കിയിട്ടില്ല, പുറകെ ഉണ്ടാകുന്ന കാണണം. ചില ഏതൊരു മോഡലും ഇല്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഇത് ഓട്ടോ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഓട്ടോ ആണെന്ന് തോന്നുന്നു. ചെയ്തിട്ട് തന്നെ ഞാൻ തന്നെ ചെയ്യണമല്ലേ ഇത്. 2 പ്രാവശ്യം പൊക്കത്തോട്ടാക്കണം. 2 പ്രാവശ്യം പൊക്കത്തോട്ടാക്കി ഉണ്ട്. തന്നെ താഴത്തോട്ട് പോകുന്നില്ല. അതിപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ ആണോ അല്ലേ നിങ്ങളൊന്ന് പറയുക കേട്ടോ. ഓട്ടോ പൊക്കത്തോട്ടാകുന്നൊന്നുമില്ല. കണ്ടോ, നെക്കിയിട്ടാകുന്നില്ല. ഇവർ 2 ബോക്സ് തന്നേരം അത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഈ ബോക്സ് കൊണ്ട് പിന്നെ വണ്ടിയുടെ പേപ്പറായത്. ടയറുണ്ടല്ലോ താഴത്ത്. യെസ് ഈ വണ്ടിയുടെ എത്ര വിലയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വില എത്രയാണെന്നുള്ള കറക്റ്റ് വില നിങ്ങൾ അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. ഇതിന് ഇത്രയൊന്നും വിലയില്ല. ഇതിന് കൊടുത്തത് 14,20,000 കണ്ടാ കൊടുത്തിരിക്കുന്നത്. കണ്ട 14,20,000 കൊടുത്തിരിക്കുന്നു തോന്നുന്നു. ടോട്ടൽ ബി ഇത് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 14,70 കണ്ട. അപ്പോൾ ബോയ്സ് യഥാർത്ഥത്തിൻ്റെ വില എന്ന് പറയുന്നത് ആക്സസിബിൾ വാല്യൂ 8,70,000. അതിൻ്റെ പൊക്കത്തോട്ട് CGST SGST GST കണക്ക്. അപ്പോൾ 14%. അത് രണ്ടും 1,21,000 വെച്ച് ഏകദേശം ഒരു 2,43,000. പിന്നെ അതിൻ്റെ പൊക്കത്ത് സെസ് 1% അത് കുറച്ചുണ്ട്. പിന്നെ അതല്ല എല്ലാം കൂടി കൂട്ടി TCS എമൗണ്ട് അതൊക്കെ കൂട്ടിയിട്ട് വണ്ടിയുടെ വില വരുന്നതാണ് എക്സ്-ഷോറൂം പ്രൈസായ 11,98,499. ഇതിന്റെ പൊക്കത്തോട്ടാണ് മറ്റേ എന്തുവാണ് റോഡ് ടാക്സും ഇൻഷുറൻസും കൂടി പിന്നെ 14,20,000 ആകുന്നു വണ്ടിക്ക്. അപ്പോൾ ഏകദേശം ഒരു 9 ലക്ഷം പോലും ഇല്ല. ഏകദേശം 9ന്റെ പൊക്കത്തോട്ട് എത്ര ലക്ഷം വന്നിരിക്കുന്നു നിങ്ങളതിനെ കൂട്ടി നോക്കുക. ഏകദേശം ഒരു 5 ലക്ഷം 5.5 അങ്ങനെ കണ്ട. സത്യം പറയാം, എല്ലാവരും വെറുതെ പൈസ മുക്കിക്കൊണ്ടിരിക്കും. ഇവരൊക്കെ ഒന്നും കിട്ടുന്നൊന്നുമില്ല ഞങ്ങൾക്ക്. നമുക്ക് അടുത്ത പ്രാവശ്യം ഇവരെയൊക്കെ എലക്ട് ചെയ്തു ഇതിലാട്ടോ പ്രൈസ് ഒന്നും കാണിക്കുന്നത് വിചാരിച്ചാൽ. അപ്പോൾ പിന്നെ ഇതിനകത്തൊരു നെഗറ്റീവ് റിവ്യൂ എന്ന് പറയാനുള്ള എനിക്ക് വണ്ടിക്ക് അത് ഇതിൻ്റെ കീ മാത്രമാണ്. ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ആ മിറർ പൊക്കത്തോടത്തോണ്ട് വാങ്ങുന്നില്ല. അത് എന്നാണ് നിങ്ങൾ പറയുക. ഈ കീ ഇത്ര ചീപ്പായിട്ടുള്ളൊരു കീ തരുന്നത്. കുറച്ചുകൂടി നല്ലൊരു കീ തന്നിരുന്നെങ്കിൽ വണ്ടി എത്ര ഷോക്കാണെങ്കിലും നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഒരു രസമില്ലേ. ഇത് കൈ പിടിക്കാതെ എന്തോ ഇത് അത്രേ ഉള്ളൂ. ഓ ഇത് ഞാൻ കാണിച്ചില്ലേ. ഓ വരൂ പിന്നെ അതെന്തോ നോക്കാം. ഓ ഇതിനകത്ത് 2 മഗ്ഗും ഒരു ഫ്ലാസ്കുമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ആഡ് ആയിട്ടുള്ളത് പിടിച്ചോ. ഇത് നല്ലതാണ്. ഇത് യൂസ് ഉണ്ടടാ. നാളെ തന്നെ നെക്സ്റ്റ് നമ്മൾ ചായ കുടിക്കും. അയ്യോ എത്ര കപ്പിങ്ങനെ ഇരിക്കുന്ന നിനക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. സ്പോർട്സിന്റെ അല്ല. വണ്ടിക്ക് വില 870 ഉള്ളു കേട്ടോ. 870 ഉള്ളു അല്ലേ. പിന്നെ അവരെന്താ ചുമ്മാ വാങ്ങുവാണേടാ. അല്ല ടാക്സ് എന്ന് പറഞ്ഞ് വാങ്ങുക. കുഴിയിൽ കൂടി ഓടിക്കണ്ടേ. എടാ നീ എടുക്കാതിരുന്ന വണ്ടിക്കും ടാക്സ് എന്ന് പറഞ്ഞ് എത്ര എടുക്കുന്നത്? വണ്ടിയുടെ ഒറിജിനൽ വില എത്രയാണ്? 30. അവര് മേടിക്കുന്ന 35 അത്ര വരത്തില്ല. അമ്മയ്ക്ക് അറിയാൻ മേലാത്തോണ്ടാണ്. നീ പറഞ്ഞതല്ലേ 30 ലക്ഷം വണ്ടി 35 ലക്ഷം ടാക്സ്. ഏകദേശം 5 ലക്ഷം ടാക്സാ. 35 ലക്ഷം ടാക്സ്. അപ്പൊ ഇതുമെല്ലാം ബറാബറല്ലേ. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നെന്നും പറഞ്ഞ 20,000 സാലറി ഉള്ള ഇന്ത്യക്കാർക്ക് എന്താണ് ഒരു വണ്ടിക്ക് 50% ടാക്സ് എന്ന് പറഞ്ഞ ഏത് നിയമമാണ്? അതൊക്കെ വിടി, ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ടാക്സ് മേടിക്കുന്ന ഒന്നും ഇല്ല. വിട്. നിങ്ങളെങ്ങനെ പൊട്ടന്മാരാക്കി പൈസ മേടിച്ചോണ്ടിരിക്കുക. ഒരു കിണ്ടിയും കിട്ടുന്നില്ല ഇവിടെ. വിട്. എന്തായാലും നമ്മള് അത് ഡിസ്കസ് ചെയ്യണ്ട. ഇനി വാങ്ങുമ്പോ അർജുൻ നല്ല വണ്ടി വാങ്ങിച്ചു. ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. അർജുൻ MP എന്താണേലും MP ഈ വണ്ടി MPക്ക് എന്ത് വണ്ടി വേണമെങ്കിലും നമ്മളായിട്ട് ഊതു കാണാൻ പോകും. 5 വർഷം മുന്നേ തൊട്ട് അച്ഛൻ അവിടെ ചെന്ന് വണ്ടി വാങ്ങാൻ പൈസയും കൊണ്ട് അവിടെ ചെന്നിട്ട് നീ വാങ്ങിപ്പിച്ചില്ല. നീ അങ്ങനെ ദിവസം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നമ്മൾ ഇനിയും മേടിച്ചിരിക്കും. അവസാനം വെല്ലുവിളിച്ച് ഇപ്പൊ എന്താണേലും അമ്മ മുഖാന്തരം നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മുഖാന്തരം നടക്കത്തില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. സമയത്ത് ഞങ്ങളത് ശരി. നല്ല കൺഗ്രാറ്റ്സ്. ഗിഫ്റ്റ് തേണ്ട് കപ്പ് എന്നോ മേടിച്ചു. ഈ കപ്പ് കുറച്ചേരം ഇഷ്ടപ്പെട്ട കപ്പല്ലേ. എന്നാലും ഞാൻ പോട്ടെ, ഞാൻ കിടന്നുറങ്ങുക കേട്ടോ. ഇത് ആക്കളോടെ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അതല്ലേ, അതാണ് ആക്കല്. കീ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കാണും. അത് സെപ്പറേറ്റ് താക്കോലും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഊരിയാ വലിഞ്ചൂരി വരുമെന്ന് തോന്നുന്നു. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്താ കണ്ട ഇത്രേ ഉള്ളൂ.
താക്കോലിന്റെ ആവശ്യം വരത്തില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഇത് വണ്ടിക്കകത്ത് കിടക്കുമ്പം സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ മതി, ഓണായിക്കോളും. ഇത് വണ്ടിയിലുണ്ടെങ്കിലേ ഓണാകത്തുള്ളൂ. ഒരെണ്ണം മതി, 2 വേണ്ട. നിനക്ക് എവിടെ വേണ്ടി ഇനി ആരുടെയും പുറകെ നടക്കണ്ട, ആരുടെയും ഇനി നിന്റെ കൈ കാശ് കിട്ടുമ്പോ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു കുഴപ്പമില്ല. നേരത്തെ ഞാൻ എന്തുള്ള ചെയ്തോണ്ടിരുന്നത്. അതല്ല പറഞ്ഞത്, നിനക്ക് ഇതിലും വലുത് മേടിക്കണേ മേടിച്ചു. ഇപ്പം തൽക്കാലം ഇത് കൊണ്ട് നടക്കുക. ഓക്കെ ഓക്കെ ശരി. അപ്പം പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം എനിക്ക് ഇനി എന്തുകൊണ്ടും മേടിക്കാം. നിങ്ങളൊരു വണ്ടി വീട്ടിലുള്ളതുകൊണ്ട് ഇനി എനിക്ക് ബൈക്കാണെങ്കിലും മേടിക്കാം അല്ലേ അമ്മ? ഇനി ബൈക്കാണെങ്കിലും മേടിക്കാം. പക്ഷെ ബൈക്ക് മേടിക്കുന്നതിന് മുമ്പേ എനിക്ക് മറ്റേ സാധനം മേടിച്ചിട്ടുണ്ട്. അത് നാളത്തെ എപ്പിസോഡിൽ കാണിച്ചു തരാം. അച്ഛാ അങ്ങനൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ബൈക്ക് പോയാ പോയി. മേടിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് വർക്കായില്ല. നമ്മൾ ആ ഒരു ലെവലില് പൈസ ഉണ്ടാക്കണം. പൈസ കയ്യില് വെറും പൊടിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ പൈസനെ കുറെ വാല്യൂ ചെയ്യുന്നോണ്ടാണ് ഇങ്ങനെ തെണ്ടിത്തന്നെ. നമ്മൾ ഇത്ര മഹാലക്ഷ്മി എത്രയാലും ആയിക്കോട്ടെ. പക്ഷെ മഹാലക്ഷ്മി വീട്ടിൽ വന്നിരിക്കാൻ പറ, 2 കെട്ടായിട്ടിരിക്കാൻ പറ. നിങ്ങൾ ഇങ്ങനെ കുടുംബം വർഷങ്ങളായിട്ട് 40 വർഷം സർവീസ് അവിടെ ഇവിടെ വേറെ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്, എന്നിട്ടും മിഡിൽ ക്ലാസ് എന്ന ലൈഫിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പോലും മഹാലക്ഷ്മി പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല. നമ്മള് വിട്ടു നമ്മൾ ഈ സേവിന് പകരം കൂടുതൽ സമ്പാദിക്കുന്നു. ഈ സേവ് ചെയ്ത് അച്ഛൻ സേവ് ആണല്ലോ. അച്ഛൻ സേവ്. അപ്പൊ എന്തായാലും ശരി നമുക്ക് മുമ്പോട്ട് പോകട്ടെ. മുമ്പിലോട്ട് പോകാം. ഇനി വേണ്ട, നമുക്ക് ഇട്ടേക്ക്. വണ്ടിയെങ്കിലും എടുത്ത് അമ്പലത്തിൽ കൊണ്ടുപോവാ. അമ്പലത്തിലാ? ഇല്ല, ഇപ്പൊ ഞാൻ ഓൾ കേരള ഒന്ന് പോകാനുണ്ട്. ഓൾ കേരള പോകൂല. ഇപ്പഴല്ലേ? അതിനു മുന്നേ നമുക്ക് 1-2 അമ്പലം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് നമുക്കൊന്ന് പോസ് ചെയ്യാം, പിന്നെ നമുക്ക് അമ്പലം നോക്കാം. ഇന്നത്തേക്ക് പോസ് ചെയ്യാം. ഇന്നത്തേക്ക് പോസ് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശരി അല്ലേ? പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പം മറ്റേത് ഓൾ ഇന്ത്യ ചെയ്യുന്നതിന് മുമ്പ് ഓൾ കേരള ചെയ്യണമെന്നൊരു ഇതുണ്ട്. അപ്പൊ അത് മലയാളത്തിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ ഞാൻ പ്ലാൻ അടിക്കുന്നത്. എന്തായാലും നാളത്തേക്ക് കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ തീർത്ത് കാണും. ഐ ഹോപ്പ് യു ഗൈസ് വണ്ടർഫുൾ നെക്സ്റ്റ് ടൈം. കൊച്ചിനെ വിളിച്ചില്ലേ? കുഞ്ഞറിഞ്ഞിട്ട് പോലും ഇല്ല. കോളി എവിടെയാണ് സുന്ദരിക്കുട്ടി? എവിടെയാണ്? കോളേജിൽ പോവാണോ? സുന്ദരിക്കുട്ടിക്ക് ഒരു സാധനം കാണിച്ചു തരട്ടെ. ബസ് കാത്തു നിൽക്കുവാണല്ലേ? നിന്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്തായടാ? നിന്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്തായി? എടുക്കണം, കുറെ നാളായല്ല, വണ്ടിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ പെട്ടെന്ന് തീരുമാനമാക്കി ചെയ്യ്. ഏതെങ്കിലും ഒന്ന് ഇയാൾക്ക് എടുക്കാൻ പറ്റുമോ? ക്ലാസ് ഒക്കെ കഴിയട്ടെ, എന്നിട്ട് എടുക്കാവേ. എന്തായിരിക്കും? ഇങ്ങോട്ട് വാ, എന്തെങ്കിലും കാണിച്ചു തരാം ഞാൻ. എന്തുവാടാ കിടക്കുന്ന? ഷോക്കായിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. അതേതാണെന്നാ? ഏതായിരിക്കും വണ്ടി ഏതാ പറഞ്ഞിട്ട് ഞാൻ ഇതുള്ളെന്ന് തോന്നുന്നു. അത് തന്നെയായിരുന്നു, മനസ്സിലായില്ലേ? ഇയാള് പോയതോടുകൂടി എല്ലാം ലക്കിയായിരുന്നു. ഓടിക്കാൻ ആർക്കും അറിയില്ല. JMP പോയി, എന്ത് ചെയ്യാനാ? ഓടിക്കാൻ ആളില്ല. വണ്ടി കാണിച്ചു കൊടുക്കൂ. അതിന് മോനല്ലല്ലോ എടുത്തത്. ആരായിരിക്കും? അമ്മ ചെറുതായിട്ട് ഓടിച്ചു നോക്കാടെ എങ്ങനെ ഉണ്ടെന്ന്. പലയിടത്തും കൊണ്ട് എങ്ങനെ ചേർത്തല്ല. ഇത് പപ്പടമില്ല, ഇതിന് 4 സ്റ്റാർ കാണുണ്ടെന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ലടാ കൊട്ട. ബോയ്സ്, അമ്മ എന്തായാലും അവനായിട്ട് സംസാരിക്കട്ടെ. ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് വണ്ടർഫുൾ ലൈഫ്. I'll see you guys next time. Till then, take care. Peace.